മോളെ എന്താ സർ? മോളെ അവനെവിടെ? അവൻ എങ്ങോട്ടായി പോയത്? സൂര്യ സാർ പുറത്തു പോയതാ. ഫോട്ടോ ഷൂട്ട് നടക്കുമ്പോ അവനിവിടെ വേണ്ടതല്ലേ മോളെ? എത്രയും പെട്ടെന്ന് അവനെ വിളിച്ചു വരുത്ത്. വേണ്ട സർ, സൂര്യ സാറിനെ വിളിച്ചു വരുത്തണ്ട. എന്ന് പറഞ്ഞാ എങ്ങനെയാ? വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും കൂടി സൂര്യ സാറിനെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. അപ്പോ സാറിന്റെ മുഖത്ത് വരുന്നൊരു സങ്കടമുണ്ട്. എത്ര ബഹളം വെച്ചാലും ആ സങ്കടം അങ്ങനെ തന്നെ കിടക്കും സർ. സൂര്യ സാർ എവിടെയാണോ അവിടെ തന്നെ ഇരുന്നോട്ടെ. സാർ ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ ചടങ്ങ് നടത്തുമല്ലോ. അവരൊക്കെ ചിലപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൽ ഒരു ചടങ്ങ് നടക്കണമെങ്കിൽ എന്റെ മോൻ അവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത എനിക്ക് തോന്നില്ല. അത് കറക്റ്റാ സാറേ. എന്താഘോഷം ഉണ്ടായാലും അവിടെ സൂര്യ സാർ ഉണ്ടാവുന്ന ഒരു ചന്തം തന്നെ സാറേ. അതിനിപ്പം ഒരു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നാൽ തന്നെയും അതിനൊരു ആനച്ചന്തമുണ്ട് സാറേ. ഇങ്ങനെ മീശയൊക്കെ പിരിച്ചു അടിപൊളിയാണ് സാറേ. സാർ ഈ രാജേട്ടൻ പറയുന്ന കേട്ട് സൂര്യ സാറിനെ വിളിച്ചു വരുത്തണ്ട. പഴയ സംഭവങ്ങളൊക്കെ പൊക്കിയെടുത്ത്. അതൊന്നും സാരമില്ല മോളെ. ഞാൻ എന്തായാലും അവനെ വിളിക്കാൻ പോകും. അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. പിന്നെ അവൻ വരുമ്പോഴേക്കും മോള് റെഡിയായിക്കോ. എന്തിനാന്നറിയോ? ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കറിയാമായിരുന്നു സാറ് സമ്മതിക്കില്ലെന്ന്. സാറിനെ സംബന്ധിച്ചിടത്തോളം സൂര്യ സാറാണ് എല്ലാം. സൂര്യ സാറിനെ വിട്ട് യതീന്ദ്ര സാറിന് ഒരു കളിയുമില്ല. ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞത് പേടിച്ചിട്ടാ രാജുവേട്ടാ, ശരിക്കും പേടിച്ചിട്ടാ. സാറ് വരട്ടെ മോളെ. സാറ് അവരെല്ലാരെയും പേടിപ്പിച്ച് രാജാവിനെ പോലെ ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് അങ്ങനെ നിൽക്കട്ടെ മോളെ. അല്ലെങ്കിലേ ഇവരെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരുത്തനെ അവര് ജീവിപ്പിക്കുമോ? അതിപ്പോ മോളെ ആയിരുന്നാലും എന്നെ ആയിരുന്നാലും, മോളെ കുടുംബക്കാരെ ആയിരുന്നാൽ പോലും അവരെ എന്തെങ്കിലും ചെയ്യാതിരിക്കണമെങ്കിൽ അത് സൂര്യ സാറിന്റെ മിടുക്ക് കൊണ്ട് മാത്രമാണ്. സാറ് വരട്ടെ മോളെ. വിവേകേ, നീ എന്നോട് ചോദിച്ചില്ലേ നിർത്തിവെച്ച ഈ ശീലം വീണ്ടും തുടങ്ങിയോന്ന്? എടാ, നന്ദിനിയുടെ മുഖം മനസ്സിലാലോചിച്ചാൽ ഒരിക്കലും മദ്യപിക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനൊരു തുള്ളി കുടിച്ചാൽ അയാൾ ഒരുപാട് കരയും. പക്ഷേ എൻ്റെ വീട്ടിലെ മറ്റുള്ളവരുടെ മുഖം മനസ്സിൽ ഓർത്താലും എനിക്ക് കുടിക്കണമെന്ന് മാത്രമേ തോന്നൂ. ഇപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയോ? ഫോട്ടോഷൂട്ട്. ആര് പ്ലാൻ ചെയ്തു ഫോട്ടോഷൂട്ട്? അവള് ആ ഹരിത. അവളെന്നെ ക്ഷണിച്ചു. എല്ലാവരും ഒന്നിച്ചുണ്ടാവണം, സൂര്യ നിർബന്ധമായിട്ടും ഉണ്ടാവണം. പക്ഷേ ഞാൻ അവിടെ നിന്നാൽ ശരിയാവത്തില്ല. അവിടെ ഉള്ളവരുടെ വേഷം കെട്ടലുകളൊന്നും എനിക്ക് പിടിക്കില്ല. സോ ഞാൻ മാറി നിൽക്കുന്നത് തന്നെയല്ലടാ നല്ലത്. നീ എന്തു പറയുന്നു? അത് നല്ല തീരുമാനം. നീയേ അങ്ങോട്ട് പോകണ്ട. എന്തിനാ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്? അവര് നടത്തുന്ന വിവാഹം എന്റെ അഭിപ്രായങ്ങൾ മാനിക്കാത്ത വിവാഹം. അതിന്റെ ചടങ്ങുകളൊക്കെ അവരെന്നെ നടത്തിക്കോട്ടെ. ദ ഗ്രേറ്റ് പത്മ മേഡം. എനിക്കൊന്നും അറിയണ്ട. എടാ, അതിനിടയിൽ നന്ദിനി ഇവിടെ തനിച്ചായി പോകില്ലേ? അയാൾ അവിടെ എവിടെയെങ്കിലും മാറി നിന്നോളൂ. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ആ വീടിന്റെ ഉമ്മറത്ത് പോലും അയാൾ വരില്ല. സോ അത് പ്രോബ്ലം അല്ല.